കർത്താവ് കേൾപ്പിച്ച വചനങ്ങൾക്കായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം പ്രാരംഭമായിട്ട് നമ്മൾ കേട്ടല്ലോ. നമുക്ക് ഉണർന്നിരിക്കുവാനുള്ളൊരു ആഹ്വാനം കർത്താവിൽ നിന്ന് നമ്മളെല്ലാവരും കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 37-ാമത്തെ വാക്യം, ഞാൻ നിങ്ങളോട് പറയുന്നതോ എല്ലാവരോടും പറയുന്നു. കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇപ്പം എല്ലാവരോടും പറയുവാണ്. എല്ലാവരും അത് what I say to you, I say to all, be on the alert. ആത്മാവിലൊരു ഉണർവ്, എപ്പോഴും ഒരു അലേർട്ട്നെസ്. വേറെ പരീക്ഷയുടെ എക്സാമ്പിളൊക്കെ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ളൊരു ഉദാഹരണം, നമ്മൾ ഇപ്പോൾ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നു, അതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ. ഞാനിവിടെ ഇരുന്നപ്പോൾ ഞാനിങ്ങനെ കർത്താവിനോട് ഞാനങ്ങനെ സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ എൻ്റെ മരണം പെട്ടെന്ന് സംഭവിക്കുവാണെങ്കിൽ നമുക്ക് ഓരോരുത്തർക്കും ആ ഒരു കാര്യം, നമ്മളുടെ മരണം, ഇപ്പോൾ കർത്താവിൻ്റെ വരവ് എപ്പോൾ വേണമെങ്കിലും നടക്കാം. ഇത് ക്രിസ്തുവിൻ്റെ വെളിപ്പാടുണ്ടാവണം. ഇത് ക്രിസ്തു വെളിപ്പെട്ട് മഹോപദ്രവത്തിലൂടെ സഭ കടന്നുപോയി കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുണ്ടാകും. എന്നാൽ നമ്മളുടെ മരണം, നമ്മൾ എത്ര ചെറുപ്പമായിരുന്നാലോ, നമ്മൾ ഏതൊരു വയസ്സിലുള്ളവരാണെങ്കിലും നമ്മളുടെ മരണം പെട്ടെന്ന് സംഭവിക്കുക എന്നിരിക്കട്ടെ. ഞാൻ ആരും പറഞ്ഞ് പേടിപ്പിക്കാൻ വേണ്ടിയല്ല, പക്ഷെ എങ്കിലും ആ ഒരു അലേർട്ട്നെസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടി. പെട്ടെന്ന് പരീക്ഷയാന്ന് പറയുമ്പോഴേ പെട്ടെന്ന് എല്ലാവരും കൂടെ സ്റ്റുഡൻസ് ഒന്ന് ഉണരുന്നത്. അതുവരെ ആ ക്ലാസ്സൊക്കെ അറ്റൻഡ് ചെയ്ത് അടിപ്പാടി അങ്ങനെയൊക്കെ പോയി, പെട്ടെന്ന് ഇന്ന് ടെസ്റ്റ് ഉണ്ടോ, നാളെ പെട്ടെന്നൊരു മോക്ക് എക്സാം ഉണ്ട്, സർപ്രൈസ് ടെസ്റ്റ് ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ഭയങ്കര പഠിത്തമായി എന്ന് പറയുന്നത് പോലെ നമ്മളുടെ ഫൈനൽ എക്സാം എന്ന് പറഞ്ഞാൽ എന്താ? യേശു കർത്താവിൻ്റെ മുമ്പാകെ നമ്മളുടെ ജീവിതത്തിന് കണക്ക് കൊടുക്കാനായിട്ട് നിൽക്കുന്ന ഒരു സമയം, അതാ ഫൈനൽ എക്സാം. കർത്താവ് രണ്ടാമത് വരുന്നു, കർത്താവിന് മുമ്പാകെ നമ്മൾ കണക്ക് കൊടുക്കുന്നു. അതിനുശേഷമാണ്, അതോടെ ചേർന്നാണ് ആ സഹസ്രാബ്ദ വാഴ്ച, 1000 വർഷക്കാലം കർത്താവ് മിലനയൽ റെയിൻ, കർത്താവ് ഈ ഭൂമിയിൽ കർത്താവ് രാജാവായിട്ട് വാഴുന്നതും, അവിടെ തൻ്റെ വ്രതന്മാർക്ക്, തൻ്റെ മക്കൾക്ക് പല വിധത്തിലുള്ള അധികാരങ്ങളും കാര്യങ്ങളുമൊക്കെ കൊടുക്കുന്നതും. അതിനുശേഷമാണ് പിന്നെ സാത്താനെ ആ ഗാതകൂപത്തിൽ നിന്നൊക്കെ വെളിച്ചടിച്ച് അവൻ പിന്നെയും ആൾക്കാരെ വഞ്ചിച്ച് അവസാനത്തെ ആ ഒരു അവിശ്വാസികളുടെ ന്യായവിധി ആ സഹസ്രാബ്ദ വാഴ്ചയ്ക്ക് ശേഷം, 1000 വർഷക്കാല ഭരണത്തിന് ശേഷം. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ വരവെങ്കിൽ നമുക്കൊരു ഫൈനൽ എക്സാം ഉണ്ട്. ആ ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയോ? ഓൾറെഡി ദൈവം എത്ര കരുണാലും എന്ന് ചോദിച്ചാൽ ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ഓൾറെഡി ഇങ്ങനെ തന്നിട്ടുണ്ട്. അത് നമ്മൾ സാങ്ക്ലറിൽ തന്നെ നമ്മൾ കേട്ടിട്ടുള്ളതുപോലെ ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പർ വ്യക്തമായിട്ട് പറയുന്ന 2 ചോദ്യങ്ങളേ ഉള്ളൂ. എത്ര സിമ്പിളല്ലേ, 2 ചോദ്യങ്ങളേ ഉള്ളൂ. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ഫൈനൽ എക്സാം ക്വസ്റ്റ്യൻ പേപ്പറുണ്ട്. അവിടെ 2 ചോദ്യങ്ങളേ ഉള്ളൂ. 1 കൊരിന്ത്യർ 4-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം, ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുമ്പേ ഒന്നും വിധിക്കരുത്. അവൻ വരുമ്പോൾ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തരും ദൈവത്തിൽ നിന്ന് പുകഴ്ച ലഭിക്കും. കർത്താവ് വരുമ്പോൾ 2 ചോദ്യങ്ങളാണ്. ഒന്ന്, തിങ്സ് ഹിഡൻ ഇൻ ഡാർക്ക്നെസ്, ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൈവറ്റ് ലൈഫ്, നമുക്ക് മാത്രം അറിയാവുന്ന നമ്മളുടെ വ്യക്തിപരമായ സ്വകാര്യ ജീവിതം, അത് വെളിപ്പെടുന്നു. പിന്നെ 2-ാമത്തെ ചോദ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പുറമേ എല്ലാവരെയും കാണെ നമ്മൾ ചെയ്ത പല കാര്യങ്ങളാവട്ടെ, രഹസ്യ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളാവട്ടെ, അത് എന്തുകൊണ്ട് നമ്മൾ ചെയ്തു, ഹൃദയത്തിൻ്റെ ആലോചനകളെ, മോട്ടീവ്സ്, ആലോചനകൾ എന്നുള്ളതിനെക്കാട്ടിലും ഇംഗ്ലീഷിൽ മോട്ടീവ്സ് ഓഫ്, അതിൻ്റെ ബൂലെ എന്ന് പറഞ്ഞൊരു ഗ്രീക്ക് പദമാണ്, കൗൺസൽ, പേർപ്പസ്, എന്തുകൊണ്ട് നമ്മൾ ചെയ്തു, മോട്ടീവ്സ് ഓഫ് മെൻസ് ഹാർട്ട്. അതിനുശേഷം ഓരോരുത്തർക്ക് എത്ര മാർക്ക് കൊടുക്കണം, ഓരോരുത്തർക്കുള്ള പുകഴ്ച ലഭിക്കുക എന്നുള്ള കാര്യമാണ് അവിടെ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. അപ്പം നമ്മളുടെ കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു. നമ്മളുടെ മരണം എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. ഒരു ആക്സിഡൻറ്റോ പെട്ടെന്നുള്ള എന്തെങ്കിലും പെട്ടെന്നൊരു കാര്യങ്ങളോ ഒക്കെ ആയിട്ട് ഇപ്പം തന്നെ ഞങ്ങളുടെ അവിടെ
അവിടെ ബംഗാളിൽ നിന്ന് വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ മകന് എന്തോ പെട്ടെന്നൊരു പ്രയാസം വന്ന് അങ്ങ് മരണമടഞ്ഞു എന്നും പറഞ്ഞ് കഴിഞ്ഞ ദിവസം പറഞ്ഞു. കൊച്ച ഒരു ചെറിയ വയസ്സേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വെച്ചാൽ ഏതൊരു പ്രായത്തിലാണെങ്കിലും നമ്മളുടെ ഒരു മരണം വരാം, കർത്താവിൻ്റെ രണ്ടാമത്തെ വരവ് ഏത് സമയത്തും വരാം. അപ്പോൾ കർത്താവിൻ്റെ മുമ്പാകെ നമുക്ക് പിന്നെ മരണത്തിന് ശേഷം പിന്നെ ഒരു ചാൻസോ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ദൈവത്തിന് മുമ്പാകെ വന്ന് നിൽക്കുക. മരണത്തിന് ശേഷം നമ്മൾ ഓഫ് കോഴ്സ് ആ ന്യായവിധിയുടെ നാൾ വരെയും നമ്മളുടെ ആത്മാക്കൾ അവിടെ സ്വർഗത്തിൽ അവിടെ വിശ്രമത്തിലായിരിക്കും. വിൽ ബി റെസ്റ്റിംഗ് ഇൻ പീസ്, റെസ്റ്റ് ഇൻ പീസ് എന്ന് RIP എന്നൊക്കെ ശവക്കലറയിൽ എഴുതി വെക്കുന്നത് പോലെ അവർ രക്ഷിക്കപ്പെട്ട ആത്മാക്കൾ അങ്ങ് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുകയായിരിക്കും. രക്ഷിക്കപ്പെടാത്തവരുടെ ആത്മാവും ദേഹിയൊക്കെ, രക്ഷിക്കപ്പെട്ടവരുടെ ആത്മാവും ദേഹിയും സ്വർഗത്തിൽ വിശ്രമിക്കുന്നു. രക്ഷിക്കപ്പെടാത്തവരുടെ, കർത്താവിനാൽ വീണ്ടെടുക്കപ്പെടാത്തവരുടെ അല്ലെങ്കിൽ വീണ്ടെടുക്കപ്പെട്ടതിന് ശേഷം വിശ്വാസത്തിൽ നിന്ന് പോയവരുടെയൊക്കെ അത് പാതാളത്തിലായിരിക്കും അവരുടെ ആത്മാവും ദേഹിയൊക്കെ. പിന്നെ ഈ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലാണ് പിന്നെ എല്ലാവരും കണക്ക് കൊടുക്കേണ്ടതായിട്ടുള്ളൊരു സമയവും അവിടെയുള്ള ഒരു പ്രതിഫലത്തെക്കുറിച്ചൊക്കെ നമ്മൾ വെളിപാട് 7-ാം അധ്യായമൊക്കെ നമ്മൾ വെളിപാട് പുസ്തകം പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ വീണ്ടും നമ്മൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടായിരുന്നു. വെളിപാട് 7-ാം അധ്യായത്തിൽ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവോടനുബന്ധിച്ച് അവിടെ എന്തായി അതിൻ്റെ വെളിപാട് അവിടെ എല്ലാവർക്കും തന്നെ ദാസന്മാർക്കും വ്രതന്മാർക്കും എല്ലാം, അതെ വെളിപാട് 11-ാം അധ്യായത്തിൽ 7-ാം അധ്യായമല്ല 11-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ, 17-ാം അധ്യായത്തിൻ്റെ വെളിപാട് 17-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ ജാതികൾ കോപിച്ചു, നിന്റെ കോപവും വന്നു, മരിച്ചവരെ ന്യായം വിധിക്കുവാനും നിന്റെ ദാസന്മാരായ പ്രവാചകന്മാർക്കും വിശുദ്ധന്മാർക്കും ചെറിയവരും വലിയവരുമായി നിന്റെ ഭക്തന്മാർക്കും പ്രതിഫലം കൊടുക്കുവാനും നശിപ്പിക്കുന്നവരെ നശിപ്പിക്കാനുള്ള കാലം വന്നു. അപ്പോൾ ആണ് പ്രതിഫലം. അതിനുശേഷമാണ് സഹസ്രാബ്ദ വാഴ്ചയൊക്കെ. അപ്പോൾ അതിനുശേഷം പിന്നെ നമുക്ക് കുറച്ചുകൂടെ ഒരു ഗ്രേസ് മാർക്ക് കിട്ടണം, കുറച്ചുകൂടെ ഒന്നുകൂടെ സപ്ലിമെൻ്ററി എക്സാം എഴുതണം, ഒന്നുകൂടെ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് എക്സാം എഴുതാൻ ഒരു ചാൻസും കൂടെ തരണം എന്ന് പറഞ്ഞാൽ ഇവിടെ +2-നും 10th-നും ഒക്കെ നമുക്ക് സേ എക്സാം അങ്ങനെയൊക്കെ ഉള്ളതെന്ന് തോന്നില്ല, കുറച്ചുകൂടെ മാർക്സൊക്കെ ഇന്ന് ഇമ്പ്രൂവ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ കാര്യം നടക്കും. പക്ഷേ അന്ന് അത് കാര്യങ്ങളെല്ലാം അതുവരെ നമുക്ക് ദൈവം അവസരം തന്നു. നമുക്ക് ഓരോ മുന്നറിയിപ്പുകൾ നമ്മൾ സഭയിൽ നമ്മൾ കേൾക്കുമ്പോൾ അവിടെ ആ ഒരു അലേർട്ട്നെസ്സോടുകൂടി ആത്മാവിലുള്ള ഒരു ഉണർന്നിരിക്കുന്നൊരവസ്ഥ. ഗ്രിഗോറിയോ എന്ന് പറഞ്ഞൊരു പദമാണ് അവിടെ മർക്കോസ് 13-37 വാക്യത്തിൽ ഗ്രിഗോറിയോസ് എന്നൊക്കെ നമ്മൾ പല പേരുകളൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അതിൻ്റെ അർത്ഥം ഞാൻ ഈ ഗ്രീക്ക് ഇതൊക്കെ നോക്കാൻ തുടങ്ങിയതിന് ശേഷം അതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. ആ ഒരു അലേർട്ട്നെസ് നമ്മൾ അലേർട്ട്നെസ് എന്ന് പറഞ്ഞാൽ നമ്മളെന്താ ഉറങ്ങാൻ പറ്റത്തില്ലേ? അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മളിതിനെ ഉണർന്ന് എപ്പോഴും ഇരിക്കണം എന്നുള്ള കാര്യമാണോ? നമ്മൾ ഭൗതികമായിട്ട് നമ്മൾ ഉറങ്ങുന്നു, നമ്മളുടെ ജോലികളും ബാക്കി ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും എല്ലാം നമ്മൾ എല്ലാം ചെയ്യണം. പക്ഷേ ആത്മാവിൽ നമ്മൾ വീണ്ടും ജനിക്കുമ്പോൾ, അതുവരെ മരിച്ചിരുന്ന അവസ്ഥയിലായിരുന്നു നമ്മളുടെ ആത്മാവ്. വീണ്ടും ജനിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളുടെ മൃതമായിരിക്കുന്ന മരിച്ചിരിക്കുന്ന അവസ്ഥയിലുള്ള ആത്മാവിലേക്ക് വന്നപ്പോൾ പരിശുദ്ധാത്മാവ് ഒരു ഉണർവിൻ്റെ ആത്മാവാണ്. ഹോളി സ്പിരിറ്റ് ഇസ് എ സ്പിരിറ്റ് ഓഫ് അലേർട്ട്നെസ്. ആ ഉണർവ്, നമ്മളുടെ ആത്മാവൊന്ന് ഉണർന്നു. നിത്യതയുടെ യാഥാർത്ഥ്യങ്ങളിലേക്ക് യേശു കർത്താവ് മാത്രമേ ഉള്ളൂ, ഏക സത്യദൈവം എന്നുള്ള കാര്യവും അങ്ങനെ ആ ഒരു നിത്യതയുടെ കാര്യങ്ങളെക്കുറിച്ച് ഒരു ചെറിയൊരു ഉണർവ് പരിശുദ്ധാത്മാവ് നമ്മളെ ആത്മാവിൽ തന്നു. എന്നാൽ നമ്മൾ ഓരോ ദിവസവും കർത്താവിൻ്റെ ആ വചനത്തിലൂടെയും കർത്താവ് പല മുഖാന്തരങ്ങളിലൂടെയൊക്കെ പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു പ്രേരണകളെ നമ്മൾ അനുസരിക്കുമ്പോൾ നമ്മളുടെ ആ സ്വന്തം ഇഷ്ടത്തെ കർത്താവിൻ്റെ മുമ്പാകെ അടിയറവ് പറഞ്ഞ്, കർത്താവേ അവിടുത്തെ ഇഷ്ടം പോലെ, അവിടുത്തെ വചനം പോലെ എൻ്റെ ജീവിതം ആകണമെന്ന് പറഞ്ഞ് നമ്മളെ ജീവിതത്തെ അങ്ങനെ സമർപ്പിക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് നമ്മളുടെ ആത്മാവിലൊരു ഉണർവ് കൊണ്ടുവരും, ഒരു സെൻസ് ഓഫ് അലേർട്ട്നെസ് കൊണ്ടുവരും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത് നമ്മൾ 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം എന്താ, ഭീരുത്വത്തിന് ആത്മാവിനെ അല്ല എന്നുള്ള വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അവിടെ എന്താ പറയുന്നത്? 2 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഭീരുത്വത്തിന് ആത്മാവിനെ അല്ല, പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിന് ആത്മാവല്ല, പിന്നെന്താ, ശക്തിയുടെ ആത്മാവാണ്, സ്നേഹത്തിൻ്റെ ആത്മാവാണ്, സുബോധത്തിൻ്റെ ആത്മാവാണ്. അതായത് ഉണർന്നിരിക്കുന്ന സൗണ്ട് മൈൻഡ്, ഡിസിപ്ലിൻ, സോഫ്രോണിസ്മോസ് എന്ന് പറഞ്ഞൊരു പദമാണ്. സെൽഫ് കൺട്രോൾ, മോഡറേഷൻ, സൗണ്ട് മൈൻഡ് എന്നൊക്കെ അർത്ഥം വരുന്നൊരു പദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്.
ആ പരിശുദ്ധാത്മാവ് നമ്മളുടെ ഹൃദയത്തിൽ കർത്താവിന് വേണ്ടി സാക്ഷിയാകാനുള്ളൊരു ശക്തി നൽകുന്നു. കർത്താവിനോടുള്ള ഒരു ആദ്യ സ്നേഹം, നമ്മളിപ്പോൾ അവസാനം ബ്രദർ പറഞ്ഞതുപോലെ ആ ഒരു ആദ്യ സ്നേഹം, കർത്താവിനുള്ളൊരു സ്നേഹം മറ്റുള്ളവരെ സ്നേഹിക്കുന്നതിനുള്ളൊരു ശക്തി നൽകുന്നു. സുബോധത്തിൻ്റെ ആത്മാവ്, നമ്മൾ എവിടെ ഞാനിങ്ങനെ വായിച്ചിട്ടുണ്ട്, 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ 12-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, അവിടെ വരങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നു. പിന്നെ 13-ാം അധ്യായത്തിൽ സ്നേഹത്തെക്കുറിച്ച് പറയുന്നു. 14-ാം അധ്യായത്തിൽ ഈ വരങ്ങളൊക്കെ എങ്ങനെ സ്വഭാവത്തോടെ ഡിസിപ്ലിൻഡ് ആയിട്ട് സഭയിൽ എങ്ങനെ എക്സസൈസ് ചെയ്യണം എന്നുള്ള കാര്യം പറയുന്നത്. അപ്പോൾ ആ ഒരു പൗലോസ് തന്നെ ഇവിടെ അത് എഴുതുമ്പം 1 കൊരിന്ത്യർ 12, 13, 14 അധ്യായങ്ങളിലുള്ള ആ ഒരു കാര്യം, അതായത് ശക്തിയുടെ, പരിശുദ്ധാത്മാവ് ഭീരുത്വത്തിൻ്റെ നമുക്ക് നമ്മൾ ബാക്കി മനുഷ്യരെ പേടിക്കുന്നു, ബാക്കി ഭാവിയെ പേടിക്കുന്നു. അയ്യോ എനിക്ക് എന്തെങ്കിലും രോഗം വരുമോ, ആക്സിഡൻറ്റ് വരുമോ, അല്ലെങ്കിൽ എനിക്ക് എന്താവും, എൻ്റെ മക്കൾക്ക് എന്താവും, എനിക്ക് ഭാവി എന്താവും, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഭീരുത്വത്തിൻ്റെ ഭയത്തിൻ്റെ ഒരു ആത്മാവല്ല, മറിച്ച് ശക്തിയുടെ ആത്മാവ് പരിശുദ്ധാത്മാവ്. എന്നുവെച്ചാൽ നമ്മൾ ഉണർന്നിരിക്കുന്നവരാകുവിൻ എന്നുള്ളൊരു ആഹ്വാനം കർത്താവിൽ നിന്ന് നമ്മൾ കേൾക്കുമ്പം നമ്മൾ ആ വചനത്തിന് നമ്മളങ്ങ് കീഴടങ്ങി, കർത്താവേ അവിടുന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു സെൻസ് ഓഫ് അലേർട്ട്നെസ്സിലോട്ട് എനിക്ക് വരണം. ശരിയാണ്, നമ്മളൊരു പരിധിവരെ ഒരു അലേർട്ടായിരിക്കും, എന്നാൽ അതുപോലെ കർത്താവേ കുറച്ചുകൂടെ അലേർട്ടായിട്ട്. അപ്പോൾ ഈ ചില വെയിങ് മെഷീനൊക്കെ വളരെ നന്നായിട്ട് കാലിബ്രേറ്റ് ചെയ്യും, വളരെ മൈക്രോ ഗ്രാംസ് വരെ പിടിച്ചെടുക്കാൻ തക്കവണ്ണം കാലിബ്രേറ്റ് ചെയ്യുന്നത് പോലെ കുറച്ചുകൂടെ ഒരു സെൻസിറ്റീവ് ആക്കും. ഇപ്പം BP അപ്പാരറ്റസോ അല്ലെങ്കിൽ തെർമോമീറ്ററോ അല്ലെങ്കിൽ വേറെ അതുപോലുള്ള ഓരോ എക്വിപ്മെൻറ്റ്സ് അതിൻ്റെ സ്റ്റാൻഡേർഡ് അനുസരിച്ച് കാലിബ്രേറ്റ് ചെയ്തില്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഫോൾസ് വാല്യൂസ് ഒക്കെ ആയിരിക്കും കാണിക്കും. നമ്മൾ വിചാരിക്കും ഭയങ്കര അലേർട്ടാണ്, പക്ഷേ എങ്കിലും കർത്താവിൻ്റെ ആ വചനത്തിൻ്റെ ആ സ്റ്റാൻഡേർഡ് അനുസരിച്ച് യേശു കർത്താവ് ഈ ഭൂമിയിൽ എത്ര ഉണർവുള്ളവനായിട്ട്, എത്ര അലേർട്ടായിട്ട് ഉണർന്നിരിക്കുന്നവനായിട്ട് ജീവിച്ചു. കർത്താവെ അതിലേക്കാണ് ഞാൻ ആയണ്ടേ, ബാക്കിയുള്ളവരെക്കാട്ട് ഞാൻ ഉണർന്നിരിക്കുന്നവനാണ് എന്നുള്ളൊരു വിദ്യാബോധത്തിൽ, അങ്ങനെ ഒരു കംപ്ലേസൻസിൽ, അതിലൊരു ഒരു സ്വയം ഒരു അഭിനന്ദനത്തിൽ അങ്ങ് സുഷുപ്തിയിലോട്ടായി പോകാതെ, മറിച്ച് കർത്താവേ അങ്ങ് യേശു കർത്താവ് എങ്ങനെ ആ ഒരു ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമെന്നൊക്കെ അവിടെ നമ്മൾ മർക്കോസിൻ്റെ സുവിശേഷം 13 വരുമ്പോൾ അവിടെ ഇംഗ്ലീഷിൽ NASB ചെറിയൊരു വിട്ടുപോയൊരു പദവും കൂടെ ഉണ്ട്. മലയാളത്തിൽ അതുണ്ട്. ഞാനത് മലയാളം വായിച്ചപ്പോഴാണ്, ഇംഗ്ലീഷിൽ അതില്ലല്ലോ എന്ന് കണ്ടപ്പോൾ ഞാൻ ഗ്രീക്ക് എടുത്ത് നോക്കിയപ്പോൾ ഗ്രീക്കിലും KJV-യിലൊക്കെ അതുണ്ട്. എന്താ ഇപ്പം 13:37 നമ്മൾ വായിച്ചു. അതിൻ്റെ തൊട്ട് മുമ്പ് 33-ാമത്തെ വാക്യം, ആ കാലം എപ്പോൾ എന്ന് നിങ്ങൾ അറിയായക കൊണ്ട് സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉണർന്നും പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവിൻ എന്ന് അവിടെ പറയുന്നുണ്ട്. പ്രാർത്ഥിച്ചും കൊണ്ടിരിക്കുവിൻ. എന്നാൽ NASB-യിൽ പലയിടത്തും മലയാളത്തിൽ വിഴുങ്ങി ഞാൻ പറയാറുണ്ട്, ഇപ്പോൾ ഇവിടെ ഇംഗ്ലീഷിലും വിഴുങ്ങിയിട്ടുണ്ട്. അതായത് ട്രാൻസ്ലേഷനിലുള്ള ചില മിസ്റ്റേക്സാണ്. ടേക്ക് ഹീഡ്, കീപ്പ് ഓൺ അലേർട്ട് ആൻഡ് പ്രേ എന്നും കൂടെ അവിടെ വേണം. പ്രോസിക്യുമായി എന്ന് പറഞ്ഞൊരു പ്രേ എന്നുള്ളൊരു അർത്ഥമുള്ളൊരു പദം ഗ്രീക്കിൽ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചിട്ടുണ്ട് മർക്കോസിലൂടെ. എന്നാൽ അത് എങ്ങനെയോ അത് വിട്ടുപോയോ എന്തോ. ആൻഡ് പ്രേ ഫോർ യു ഡു നോട്ട് നോ ദ അപ്പോയിൻറ്റഡ് ടൈം വിൽ കം. ആ ഒരു ഉണർന്നിരിക്കുന്ന കർത്താവിൻ്റെ തിരുവായി മൊഴിഞ്ഞ് ബൈബിളിലെ റെഡ് ലെറ്റേഴ്സിലുള്ള വാക്കുകളാണ് ടേക്ക് ഹീഡ്. ആ ഒരു ഉണർവോടെ നമ്മളായിരിക്കുമ്പം അവിടെ എന്താ, ടേക്ക് ഹീഡ്, കീപ്പ് ഓൺ ദ അലേർട്ട് ആൻഡ് പ്രേ. ആ ഒരു പ്രാർത്ഥനയോടെ, അതായത് കർത്താവിനോടുള്ള ഒരു കമ്മ്യൂണിയനിൽ നമ്മൾ, ശരിയാണ് നമ്മൾ ഉറങ്ങുന്നു, ബാക്കി ഭൗതികമായിട്ട് പല ജോലികളോ ബാക്കി പല ഉത്തരവാദിത്തങ്ങളോ തീർച്ചയായിട്ടും അതെല്ലാം നമ്മൾ ചെയ്യണം. പക്ഷേ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുവിൻ, പ്രേ അൺസീസിംഗ്ലി എന്നാണ് ഇവിടെ പറയുന്നത്. 1 തെസ്സലോനിയർ 5-ാം അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ നമ്മളതാ വായിക്കുന്നത്. എന്ന് വെച്ചാൽ എപ്പോഴും കർത്താവിനോടുള്ളൊരു കമ്മ്യൂണിയൻ. അതിന് തടസ്സമായിട്ട് നമ്മളുടെ മനസാക്ഷിയിൽ എന്തെങ്കിലും മലീമസമാക്കുന്ന കാര്യങ്ങളുണ്ടെങ്കിൽ, അതിൻ്റെ ഏറ്റവും ഒരു ബേസിക് ലെസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും സഭയിൽ പറയുന്നതാണെങ്കിലും നമ്മളുടെ മനസാക്ഷി ഇന്ന് ശുദ്ധമാണോ ദൈവത്തിന് മുമ്പാകെ? കർത്താവ് ഇപ്പോൾ വരുന്നു, അല്ലെങ്കിൽ നമ്മൾ പെട്ടെന്ന് മരണപ്പെടുന്നു, നമുക്കൊരു ശുദ്ധമായിട്ടുള്ളൊരു മനസാക്ഷി ഉണ്ടോ ദൈവത്തിന് മുമ്പാകെ, കർത്താവിൻ്റെ മുമ്പാകെ നിൽപ്പാൻ? നമ്മളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളെയും ഞാൻ എസ്പെഷ്യലി ചെറുപ്പക്കാരും യൗവനക്കാരുമായിട്ടുള്ളവരെയും കൂടെ ഒന്നുകൂടെ ഉണർത്താനും കൂടെ വേണ്ടിയാണ്. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പാപങ്ങളും നിങ്ങൾ കർത്താവിനോട്, എല്ലാ പാപങ്ങളെന്ന് പറഞ്ഞാൽ നമുക്ക് 1, 2, 3 എന്ന് പറഞ്ഞാൽ നമുക്ക് എണ്ണാൻ പറ്റത്തില്ല, പക്ഷേ നമുക്ക് ഓർക്കാൻ പറ്റുന്നിടത്തോളം നമ്മൾ നമ്മുടെ ജീവിതത്തെ തിരിഞ്ഞു നോക്കി യേശു കർത്താവിനെ വേദനിപ്പിക്കുന്ന എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ, പരിശുദ്ധാത്മാവ് തന്നെ നമ്മുടെ മനസ്സാക്ഷിയിൽ ഓർപ്പിച്ചു തരും എന്തെല്ലാം കാര്യങ്ങളുണ്ട്. കുഞ്ഞുങ്ങളായിട്ടുള്ളവർ, സൺഡേ സ്കൂൾ ചിൽഡ്രൻ, എല്ലാവരും, അർപ്പിത എന്ത് ചെയ്യും? ഓക്കെ, അവിടെ നിന്ന് കേൾക്കുന്നുണ്ട്. അർപ്പിത, ജ്യോത്സ്ന, ജോഹാൻ, ജ്യോതിസ്, ജസ്വിൻ, ഏബൽ, ജോയൽ, നിരഞ്ജന,
കുഞ്ഞുങ്ങളായിട്ടുള്ളവർ എസ്പെഷ്യലി നിങ്ങൾക്കൊരു നല്ല മനസാക്ഷിയുണ്ട്, നിങ്ങളുടെ ആത്മാവ് ദൈവത്തിനോട് യഥാർത്ഥത്തിൽ അലേർട്ടായിട്ട് വന്നിട്ടുണ്ടോ ഇതുവരെ നിങ്ങളുടെ ജീവിതത്തിൽ? ഞാൻ കുഞ്ഞുങ്ങളോട് മാത്രമല്ല, നമ്മൾ മുതിർന്നവരായിട്ടുള്ള നമ്മളും ഒരു സുഷുപ്തിയിലേക്ക്, ഒരു സുഖസുഷുപ്തിയിലേക്ക് പോകാനുള്ളൊരു ചാൻസ് ഉണ്ട്. അവിടെ നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഒരു അനുതാപത്തോടെ, ഒരു മാനസാന്തരത്തോടെ നമ്മൾ കർത്താവിൻ്റെ മുമ്പാകെ, കർത്താവ് വെളിച്ചത്തെങ്കിലേക്ക് വന്ന്, കർത്താവ് ഞാൻ ആ പാപങ്ങളൊക്കെ ഏറ്റുപറയും, അവിടുന്ന് എനിക്ക് വേണ്ടിയാണ് കാൽവരി കുരിശിൽ മരിച്ചത്. ഓൺലൈനായിട്ട് കേൾക്കുന്ന സഹോദരങ്ങളും ഉണ്ട്. നിങ്ങളെല്ലാവരും ഒരു ഉണർന്നിരിക്കുന്നവരാണോ? ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയിട്ടുള്ള ആ പാപങ്ങളെല്ലാം നമുക്കൊരു നല്ല മനസ്സാക്ഷി ഉണ്ടെങ്കിലേ അതിനും മേലെയാണ് കൂടുതൽ കാര്യങ്ങൾ. നമ്മൾ ഇന്നലെ പറഞ്ഞേ ABCD പഠിക്കാതെ പോസ്റ്റ് ഗ്രാജുവേറ്റ് PhD ലെസൺസ് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ABCD എന്ന് പറഞ്ഞാൽ ഒരു നല്ല മനസ്സാക്ഷിയിലേക്ക് വരിക എന്നുള്ളൊരു കാര്യമാണ്. അതൊരു ബേസിക്കായിട്ടുള്ള കാര്യമാണ്. അത് രക്ഷയിൽ തന്നെ ആദ്യം സംഭവിക്കേണ്ടതും തുടർമാനമായിട്ടത് ആ ഒരു നല്ല മനസ്സാക്ഷി നമ്മൾ കാത്തു സൂക്ഷിക്കുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം തന്നെ കപ്പൽ ചെയ്ത് വന്ന് സംഭവിക്കും എന്നൊക്കെയാണ് 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിന് 17-ാമത്തെ വാക്യത്തിലൊക്കെ നമ്മൾ ആ വാക്യം ഒന്ന് എടുക്കണോ. ഇവിടെ നമ്മൾ അലേർട്ട്നെസ്സിനെ കുറിച്ച് വായിക്കുമ്പം അവിടെ തിമോത്തിയോസ് എന്ന യൗവനക്കാരനോട് പൗലോസ് പറയുവാണ്, പലരും അവരുടെ വിശ്വാസത്തിൻ്റെ കപ്പൽ ഛേദമൊക്കെ വന്നുപോയി, അവർ വലിയ വിശ്വാസ കപ്പലിലൊക്കെ ഇങ്ങനെ നടന്നു കുറച്ച് നാൾ. എന്നാൽ 19-ാമത്തെ വാക്യം, ചിലർ 1 തിമോത്തിയോസ് 1-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം, ചിലർ നല്ല മനസ്സാക്ഷി തള്ളിക്കളഞ്ഞിട്ട്, അതായത് അവർക്കൊരു നല്ല മനസ്സാക്ഷിയില്ല ദൈവത്തിന് മുമ്പാകെ, എന്തൊക്കെയോ കുറ്റബോധവും ബാക്കി പല കാര്യങ്ങളും ദൈവത്തോട് ഏറ്റുപറയാനുള്ളതോ മനുഷ്യരോട് ഏറ്റുപറയാനുള്ള കാര്യങ്ങൾ, ക്ഷമിക്കാനും ക്ഷമ ചോദിക്കാനും ഉള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരു നല്ല മനസ്സാക്ഷിയൊക്കെ അങ്ങ് തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ അങ്ങ് തകർന്നു പോയി. ദേ ഹാവ് സഫേർഡ് ഷിപ്രക്ക് ഇൻ റിഗാർഡ് ടു ദെയർ ഫെയ്ത്ത്. അപ്പോൾ അവർ ലോകമാം ഗംഭീര വാരതിയിൽ വിശ്വാസ കപ്പലിൽ കയറി ലോകത്തെ ഒരു കടലിനോട് ഉപമിച്ചിരിക്കുകയാണ്. ലോകവ്യവസ്ഥയെ ഒരു കടലിനോട് ഉപമിച്ച്, വെള്ളത്തോട് ഉപമിച്ച് വെളിപാട് പുസ്തകം 17-15 നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ നമ്മുടെ വിശ്വാസത്തിൻ്റെ പടക്, വിശ്വാസത്തിൻ്റെ കപ്പലിൽ നമ്മൾ ഏറി. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ അങ്ങ് കർത്താവിൻ്റെ അടുക്കിലേക്ക് അങ്ങ് എത്താൻ വേണ്ടിയാണ്, സിയോൻപുരിയിലേക്ക്. എന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നല്ല മനസ്സാക്ഷിയൊക്കെ അങ്ങ് കളഞ്ഞു. അതായത് എനിക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ അറിയാം, അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ചർച്ചിൻ്റെ ഭാഗമാണ്, എൻ്റെ പപ്പയും അമ്മയൊക്കെ നല്ല വിശ്വാസികളാണ്, അല്ലെങ്കിൽ ഞാനൊക്കെ അങ്ങനെ അങ്ങ് പോയാൽ മതി, ഞാൻ വലിയ തിരക്കിടുന്നില്ല, ഞാൻ അവരെ പോലെ അത്രയും മോശമല്ല, ഇവരെ പോലെ ഇത്രയും മോശമല്ല, എനിക്ക് നല്ല കഴിവുകളും താലന്തുകളും ഒക്കെ ഉണ്ട്. എന്നാൽ ദൈവത്തിന് മുമ്പാകെ ഒരു നല്ല മനസ്സാക്ഷി, അതായത് നമ്മളുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചു പോയിട്ടുള്ള പാപങ്ങളെക്കുറിച്ച് ഓർത്ത ഒരു അനുതാപത്തോടെ, കർത്താവേ ഇനി ഒരിക്കലും അങ്ങേ എനിക്ക് വേദനിപ്പിക്കുന്ന ഒരു പാപത്തിലേക്ക് എൻ്റെ ചിന്തകളിലാവട്ടെ, വാക്കുകളിലാവട്ടെ, പ്രവൃത്തികളിലാവട്ടെ എനിക്ക് പോകണ്ട എന്ന് പറഞ്ഞ് നമ്മളുടെ സ്വന്തം വഴികളെയൊക്കെ വിട്ടുപേക്ഷിച്ച് കർത്താവിലേക്ക് വന്ന് ശരണപ്പെട്ട്, കർത്താവേ അവിടുത്തെ ആ രക്തത്താൽ, അവിടുന്ന് കാൽവരി കുരിശിൽ എനിക്ക് വേണ്ടിയാണ് അവിടുന്ന് നൊന്തും നീറിയും പിടഞ്ഞും, കർത്താവേ അവിടുന്ന് നമ്മൾ ആ പാട്ടിൽ പാടിയതുപോലെ ഹീനമനുജനനം എന്ന് വെച്ചാൽ ഒരു ഹീനമായിട്ടുള്ള ഒരു മനുഷ്യൻ്റെ ജനനം, അതായത് ഹീനമായിട്ടുള്ളൊരു ജനനം, കാലിത്തൊഴുത്തിലുള്ള ഒരു ജനനമാണ് മനുജനനം. കർത്താവ് ഏറ്റവും ഹീനമായ നിലയിലായെടുത്ത് ആ കർത്താവ് നമ്മളുടെ വാതിലിൽ നിന്ന് മുട്ടുവാണ്. അവിടുന്ന് കൈകളിൽ ആണി തറച്ചതും മുൾമുടി ധരിച്ചതും നമുക്ക് വേണ്ടി രക്തം ചൊരിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ ആ കർത്താവ് സ്നേഹത്തോടെ നമ്മളെ വിളിക്കുകയാണ്. നമ്മൾ കർത്താവിനെ ഹൃദയത്തിലേക്ക് സ്വീകരിച്ചവരായിരിക്കും, ഒരുപക്ഷെ അതിൻ്റെ ഒരു ഉറപ്പില്ലാത്തവരായിരിക്കും. പക്ഷേ നമുക്ക് വേണ്ടുന്ന ഒരു അലേർട്ട്നെസ് ഇന്ന് നമ്മുടെ ജീവിതത്തിലില്ലെങ്കിൽ, അത് നമുക്ക് വേണ്ടുന്ന അലേർട്ട്നെസ് കർത്താവ് ആഗ്രഹിക്കുന്ന ഒരു അലേർട്ട്നെസ് നമുക്ക് ആർക്കും ഇല്ല. എന്താ കർത്താവ് ആഗ്രഹിക്കുന്ന ആ ഒരു അലേർട്ട്നെസ്സിലേക്ക് വരണമെന്ന്. എന്നാൽ അലേർട്ട്നെസ്സിൻ്റെ ABCDയിലേക്കും വന്നിട്ടില്ലാത്തവർക്കും അതിനുള്ളൊരു ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഓൾറെഡി നമുക്ക് കുറച്ച് അലേർട്ട്നെസ് ഉണ്ട്, എന്നാൽ അവിടെ ഒരു സെൻസിറ്റിവിറ്റി ടു അലേർട്ട്നെസ്, കുറച്ചുകൂടെ സെൻസിറ്റീവ് ആകേണ്ടതായിട്ടുള്ളൊരു ആവശ്യമുണ്ട്. അപ്പം അവിടെ നമ്മൾ ദൈവമുമ്പാകെ ഒരു താഴ്മയോടെ, ഒരു വട്ടപൂജ്യമായി നമ്മളെപ്പോഴും പറയുന്നത് പോലെ ആ ഒരു ദൈവത്തിന് മുമ്പാകെ ഒരു 0 ആയിട്ട്, ദൈവത്തിന് മുമ്പാകെ കർത്താവേ ഞാൻ ഒന്നുമല്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതത്തിലെ എല്ലാ കുറവുകളെയും കർത്താവിനോട് ഏറ്റുപറഞ്ഞ് നമ്മളൊന്ന് കർത്താവിൻ്റെ മുമ്പാകെ നമ്മളെ തന്നെ ഒന്ന് താഴ്ത്തി ഏൽപ്പിക്കുകയും, കർത്താവ് അവിടുന്ന് എനിക്ക് വേണ്ടി കാൽവരി കുരിശിൽ മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ഞാൻ വിശ്വസിക്കുന്നു, അവിടുന്ന് എൻ്റെ ഹൃദയത്തിലേക്ക് വരണം, അവിടുന്ന് എൻ്റെ ഹൃദയത്തിൽ വന്ന് വാഴണം, അവിടുന്ന് എൻ്റെ രാജാവായിട്ട്. ഒരുപക്ഷെ നമ്മൾ കർത്താവിനെ ഏറ്റുപറഞ്ഞ് സ്വീകരിച്ച് പല വർഷങ്ങൾ വിശ്വാസികളായിട്ടുള്ള ഇരിക്കുന്നവരുമായിരിക്കും. എന്നാൽ ഇന്ന് കർത്താവെ അവിടുന്ന് ആ പരിശുദ്ധാത്മാവ് ഒരു സുബോധത്തിൻ്റെ ആത്മാവാണ്, ശക്തിയുടെയും സ്നേഹത്തിൻ്റെയും സുബോധത്തിൻ്റെയും സോഫ്രോഡിസ്മോസ്, ആ ഒരു
സെൽഫ് ഡിസിപ്ലിൻ ആൻഡ് സൗണ്ട് മൈൻഡ് ഉള്ള ആ ആത്മാവിനാൽ കർത്താവേ, പരിശുദ്ധാത്മാവിനെ സ്വർഗത്തിലെ ആ റിയാലിറ്റീസിലോട്ട് ഉണർത്തുന്ന ഒരു ആത്മാവായിട്ട് എൻ്റെ ഹൃദയത്തിൽ ഇന്ന് വന്ന് നിറയണം. എൻ്റെ ജീവിതത്തെ ഞാൻ സമ്പൂർണ്ണമായിട്ട് ഏൽപ്പിച്ചു തരുന്നു എന്ന് അതുപോലെ നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുവാണെങ്കിൽ കർത്താവ് നമ്മളുടെ ഹൃദയത്തിലേക്ക് കർത്താവിൻ്റെ ആത്മാവിനെ അയച്ച് നമ്മളെ ഉണർത്തും. ഒരു നല്ല മനസ്സാക്ഷി, നമ്മൾ കർത്താവിനോട് മാത്രമായിട്ട് ചെയ്തിട്ടുള്ള, കർത്താവിന് മാത്രം അറിയാവുന്ന നമ്മളുടെ ചിന്തകളിലും ഒക്കെയുള്ള പാപങ്ങളാണെങ്കിൽ നമ്മൾ കർത്താവിനോട് അതങ്ങ് ഏറ്റു പറയണം. നമ്മൾ വേറെ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല മനസ്സാക്ഷി എങ്ങനെയാണ് കിട്ടുന്നത്? ദൈവത്തോട് മാത്രം ചെയ്തിട്ടുള്ള പാപങ്ങൾ ദൈവത്തോട് ഏറ്റു പറയണം. മറ്റ് മനുഷ്യരോട് കൂടെ നമ്മൾ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളുടെ ചിലപ്പോൾ അപ്പനെയോ അമ്മയോ ആയിരിക്കാം, നമ്മളുടെ സഹോദരങ്ങളെ ആയിരിക്കാം, ചില കൂട്ടുകാരെ ആയിരിക്കാം, ചിലപ്പോൾ ഏതെങ്കിലും ടീച്ചേഴ്സിനെ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും സഹപ്രവർത്തകരെ ആയിരിക്കാം, നമ്മളുടെ അയൽവക്കത്തുകാരെ ആയിരിക്കാം, ബന്ധുക്കളെ ആയിരിക്കാം. നമ്മൾ ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ വാക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രവൃത്തി കൊണ്ട്, അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ആരെങ്കിലും മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, അതായത് അവരെ ഒഫൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അവരെ നമ്മൾ മുറിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരോടും ക്ഷമ ചോദിക്കണം. ആദ്യം ചെന്ന് അവരോട് ക്ഷമ ചോദിച്ചിട്ട് പിന്നെ ദൈവത്തോട് ക്ഷമ ചോദിച്ചാൽ മതി എന്നാണ്, പിന്നെ നിൻ്റെ വഴിപാടും കൊണ്ട് വന്നാൽ മതി എന്നാണ് മത്തായി 5-ാം അധ്യായത്തിന് 23-24 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത്. ആരോടെങ്കിലുമൊക്കെ കോപിച്ചിട്ട് നീ നിൻ്റെ വഴിപാടുമായിട്ട് വന്ന് നിൻ്റെ വലിയ ആരാധനയും പാട്ടും ഒക്കെ ആയിട്ട് വന്നിട്ട് ഒരു കാര്യമില്ല, ഇതൊന്നും ചെയ്യാതിരിക്കുന്ന ഭേദം എന്ന് അവിടെ മത്തായി 5-23-24 വാക്യങ്ങളിൽ കർത്താവോട് പറയുന്നത്. നമ്മൾ ആരോടെങ്കിലും നമ്മൾ ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ നമ്മുടെ മനസ്സാക്ഷി, നമ്മൾ അത് ആരെങ്കിലും ഒരു കുറ്റബോധത്തിലേക്ക് തള്ളിയിടാൻ വേണ്ടി ഞാനൊന്നും പറയുന്നതല്ല, എന്നാൽ നമ്മൾ ദൈവഭാഗെ കർത്താവിന് വെളിച്ചത്തെങ്കിലേക്ക് വരുമ്പോൾ നമ്മളുടെ മനസ്സാക്ഷിയിൽ എന്തെങ്കിലും കർത്താവ് ഓർപ്പിക്കുന്നുണ്ട്. ആരോടെങ്കിലും നമ്മൾ ക്ഷമിക്കാനുണ്ടെങ്കിൽ അത് അപ്പം തന്നെ അങ്ങ് ക്ഷമിക്കുക, അവരെ അങ്ങ് വിടുക. ചിലർ നമ്മളെ പ്രയാസപ്പെടുന്ന രീതിയിൽ എന്തെങ്കിലും പെരുമാറിയിട്ടുള്ളതോ അങ്ങനെയുള്ള പല കാര്യങ്ങളൊക്കെ കാണുന്നത്, എല്ലാവരോടും ക്ഷമിക്കുക. പിന്നെ ആരോടെങ്കിലും ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ അവർക്ക് നമുക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വരികയാണെങ്കിൽ, നിങ്ങളുടെ സഹോദരനോ സഹോദരിക്കോ നിങ്ങൾക്കെതിരായിട്ട് എന്തെങ്കിലും ഓർമ്മയുണ്ടെന്ന് വരുവാണെങ്കിൽ മത്തായി 5-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങളിൽ എന്താ നമ്മൾ വായിക്കുന്നത്? അവർക്ക് നമുക്കെതിരായിട്ട് എന്തെങ്കിലും ഉണ്ടെന്ന് ഓർമ്മ വരുവാണെങ്കിൽ നമ്മളുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നിൽക്കട്ടെ. ഇത്രയും വേഗം ഈ മീറ്റിംഗ് കഴിയുന്ന ഉടനെ തന്നെ നമുക്ക് ഫോൺ വിളിച്ചോ അല്ലെങ്കിൽ പിന്നീട് ഏർലിയസ്റ്റ് ആയിട്ട് അവരെ കാണുമ്പോഴോ കർത്താവേ അവരോട് ചെന്ന് ക്ഷമ ചോദിക്കുക. ഞാൻ അന്ന് അങ്ങനെ പറഞ്ഞു, ഞാൻ ഇന്ന് അങ്ങനെ ചെയ്തു, എന്നോട് ക്ഷമിക്കണം, ഞാൻ പറഞ്ഞ വാക്കുകൾ നിങ്ങളെ മുറിപ്പെടുത്തിയിട്ടുണ്ട്, ക്ഷമിക്കണം, എന്നോട് ക്ഷമിക്കണം, ഐ എം സോറി ഫോർ വാട്ട് ഐ ഹാവ് ഡൺ ആൻഡ് സെഡ് എന്നുള്ളൊരു കാര്യം പറയാനുള്ളൊരു താഴ്മ നമുക്കില്ലെങ്കിൽ നമുക്കൊരിക്കലും നല്ല മനസാക്ഷി കാണത്തില്ല. നമ്മളൊരു കുറ്റബോധമുള്ള മനസാക്ഷിയായിട്ടായിരിക്കും നടക്കുന്നത്. കുറേ കഴിയുമ്പോൾ നമുക്ക് ഉള്ള സെൻസിറ്റിവിറ്റി എല്ലാം പോയി നമ്മൾ കുറച്ച് കഴിയുമ്പോൾ ഹൃദയം കഠിനപ്പെടുത്തി കേൾക്കുവാൻ മാന്യമുള്ളവരായി തീർന്നു എന്നൊക്കെ എബ്രായർ 5:11 നമ്മൾ വായിക്കുന്നത് പോലെ ആ ഒരു കേൾവി ശക്തിയൊന്നും ഇല്ലാതെ വെടിയുണ്ടായാലും പുകയാന്ന് പറയുന്ന തരത്തിലുള്ള ആ ഒരു തലത്തിലേക്ക് നമ്മൾ വരുന്നൊരവസ്ഥയിലേക്ക് വരാം. അപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്, എതിരായിട്ടുള്ള എന്തെങ്കിലും ദൈവത്തിനെതിരായിട്ടുള്ള പാപങ്ങൾ, നമ്മൾ ദൈവത്തോട് മാത്രം എതിരായിട്ടുള്ള പാപങ്ങളാണെങ്കിൽ, നമ്മുടെ ചിന്തകളിലോ നമ്മുടെ രഹസ്യ ജീവിതത്തിലുള്ള പാപങ്ങളാണെങ്കിൽ അത് ദൈവത്തോട് യേശു കർത്താവിനോട് ഇപ്പം തന്നെ നമ്മൾ വെളിച്ചത്തിലേക്ക് വന്ന് ഏറ്റു പറയുക. പിന്നെന്താ, ബാക്കിയുള്ളവരെ മുറിപ്പെടുത്തിയിട്ടുള്ള പാപങ്ങൾ, ചിലപ്പോൾ അപ്പനെയും അമ്മയോടായിരിക്കും നമ്മൾ കയർത്ത് സംസാരിച്ച് നിങ്ങൾക്കൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ പപ്പയ്ക്കൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ മമ്മിക്കൊന്നും അറിയത്തില്ല, അല്ലെങ്കിൽ നമ്മൾ അങ്ങനെ അവരെ മുറിപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എത്രയും വേഗം അവരോട് നമ്മളത് ക്ഷമ ചോദിക്കുക. ആരോടെങ്കിലും മുറിപ്പെടുത്തി പരിശുദ്ധാത്മ നമ്മൾക്ക് നമ്മുടെ മനസ്സാക്ഷിയിൽ ഓർപ്പിച്ച് തരാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ആരുടെയെങ്കിലും നമ്മൾ കട്ടെടുത്തിട്ടുണ്ടെങ്കിൽ, നമ്മളാരും കട്ടെടുക്കുന്നവരൊന്നും അല്ല, പക്ഷേ എന്തെങ്കിലും ഒരു ബലഹീന നിമിഷത്തിൽ എന്തെങ്കിലും കൊച്ചുനാളിലോ എന്തെങ്കിലും നമ്മളെ വേറെ ആരുടെയെങ്കിലും ഒന്ന് എടുത്തു പിന്നെ അങ്ങ് തിരിച്ചു കൊടുക്കുക. ചിലപ്പോൾ നമ്മൾ മറന്നുപോയതായിരിക്കും, ചിലപ്പോൾ ഒരു ബുക്ക് കടം വാങ്ങിച്ച് നമ്മൾ തിരിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ മറന്നുപോയതായിരിക്കും. പക്ഷേ പരിശുദ്ധാത്മ നമ്മൾ ഓർപ്പിക്കുമ്പോൾ അതെൻ്റെ അല്ല, അത് ആ ലൈബ്രറിയിലെ അല്ലെങ്കിൽ ഇന്ന ആളുടെ, അത് എത്രയും വേഗം ഇപ്പം അവർ തന്നെ പറയുക, നീ തിരിച്ചൊന്നും തരണ്ട, സാരമില്ല, നീ വെച്ചോ എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, നമുക്ക് നല്ല മനസ്സാക്ഷിയായി. എന്നാൽ ചെറിയ കാര്യമായിരിക്കും. സാങ്ക്ബറിൻ്റെ ലൈഫിൽ എക്സാമ്പിളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പണ്ട് വേറെ എന്തോ സ്റ്റാമ്പ് 12 വയസ്സിലും കണ്ട് സുഹൃത്തിൻ്റെ സ്റ്റാമ്പും കണ്ടെടുത്തത്, പിന്നെ വേറെ മനസ്സാന്തരപ്പെട്ടപ്പോൾ സ്റ്റാമ്പ് എടുത്തെന്നും പറഞ്ഞുകൊണ്ട് ലെറ്റർ എഴുതിയ മറ്റേ ആൾ വിചാരിച്ചുകൊണ്ട് ഇദ്ദേഹത്തിന് എന്തോ പ്രോബ്ലം ഉണ്ട്, എന്തോ പെട്ടെന്ന് കൺസൾട്ട് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നിക്കാണ്. പക്ഷേ എങ്കിലും ആ ഒരു നല്ല മനസ്സാക്ഷിക്കായിട്ട് വേറെ എന്തോ ഗവൺമെൻറ്റിനെ പറ്റിച്ച് എന്തോ ടിക്കറ്റ്, ഏതോ ട്രെയിൻ ടിക്കറ്റോ ഏതോ എന്തോ ചില ടാക്സിൽ എന്തോ വെറ്റിച്ചപ്പോൾ ഗവൺമെൻറ്റിന് തന്നെ ആ പൈസ എത്തിച്ചേരാൻ വേണ്ടി അത്രയും രൂപയുടെ ട്രെയിൻ ടിക്കറ്റോ എന്തോ വാങ്ങിച്ച് കീറിക്കളഞ്ഞു എന്ന് പറഞ്ഞതുപോലെ എന്തെങ്കിലും നമ്മുടെ ഓർമ്മയിലുണ്ടെങ്കിൽ, നമ്മുടെ ഓർമ്മയിലില്ലാത്ത കാര്യങ്ങൾ ദൈവം നമ്മളെ നമ്മൾ അങ്ങനെ ആരും ഒരു കുറ്റബോധത്തിലേക്ക് കാര്യമില്ല. എന്നാൽ നമ്മുടെ ഓർമ്മയിൽ
എന്തെങ്കിലും നമ്മൾ എന്തെങ്കിലും തിരിച്ചു കൊടുക്കാനായിട്ട് നമ്മൾ കടം വാങ്ങിച്ചതായിരിക്കും. ഇപ്പോൾ കടം വാങ്ങിച്ചത് ഇപ്പം നമ്മളിപ്പോൾ ഒരു കടത്തിലായിപ്പോയി, ഒരു വലിയൊരു എമൗണ്ടാണ്, നമുക്കത് പെട്ടെന്ന് തിരിച്ചു കൊടുക്കാൻ പറ്റുന്നൊരു നിവൃത്തിയില്ലെങ്കിൽ നമ്മളുടെ ജീവിത നിലവാരം അത്രയും കുറച്ചുകൊണ്ട് വന്ന് അത്രയും ചിലവ് ചുരുക്കി മാക്സിമം എത്രയും പെട്ടെന്ന് കൊടുത്തു തീർക്കാനുള്ളൊരു മനസ്സാണ് ദൈവം നോക്കുന്നത്. അല്ല നമ്മൾ കടം ആ സഹോദരനല്ലേ ഇന്ന ആളല്ലേ, അത് പിന്നെ നമുക്ക് എപ്പോഴെങ്കിലും സാമട്ടിൽ നമ്മൾ അത് നോർമലായിട്ടെല്ലാം അങ്ങ് ആക്കി എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ അങ്ങ് കൊടുത്താൽ മതി എന്നുള്ളൊരു മനോഭാവമാണെങ്കിൽ നമുക്കൊരു അലേർട്ട്നെസ്സും ഇല്ല, നിത്യതയെക്കുറിച്ച് ഒരു ചുക്കും നമുക്ക് അറിയത്തില്ലെന്ന് അതിൻ്റെ അർത്ഥം. നമുക്ക് എന്തെങ്കിലും ഒരിക്കലും കടം വാങ്ങരുത്. നമ്മൾ എവിടെ റോമർ 13 അധ്യായത്തിന് 8-ാമത്തെ വാക്യം നമുക്കറിയാം. എന്താ നമ്മളിവിടെ വായിക്കുന്നേ? റോമർ 13:8 അന്യോന്യം സ്നേഹിക്കുന്നതല്ലാതെ ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. ആരോടും ഒന്നും കടംപെട്ടിരിക്കരുത്. ഡു നോട്ട് ഓ. റോമൻസ് 13:8 റോമർ 13 അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ എന്താ നമ്മൾ വായിക്കുന്നേ? ഓ നോ മാൻ എനിത്തിങ്, ഓ നത്തിങ് ടു എനിവൺ എക്സെപ്റ്റ് ടു ലവ്. എല്ലാവരോടും നമുക്ക് സ്നേഹത്തിനായിട്ടൊരു കടവുണ്ട്. ദൈവം നമുക്ക് ഒത്തിരി സ്നേഹം തന്നേക്കും, എല്ലാവർക്കും ആ സ്നേഹം തിരിച്ചു കൊടുക്കാനുണ്ട്. നമുക്ക് സ്നേഹത്തിനായിട്ടുള്ളൊരു കടവുണ്ട്. എന്നാൽ പണത്തിൻ്റെ കാര്യത്തിൽ വേറെ ഏതൊരു വസ്തുവകളുടെ കാര്യത്തിൽ ആർക്കും ഒന്ന് കടംപെട്ടിരിക്കരുത്. ഓഫ് കോഴ്സ് നമ്മൾ അതിൻ്റെ ഒരു അപവാദമായിട്ട് പറയുന്ന കാര്യങ്ങൾ ഹൗസ് ലോണും വെഹിക്കിൾ ലോണും എന്നൊക്കെ പറയുന്നത് അത് ശരിക്കും ഒരു കടമായിട്ട് വരുന്നില്ല. എന്താണെന്ന് വെച്ചാൽ അവിടെ നമ്മളൊരു ബാങ്കുമായിട്ടൊരു കോൺട്രാക്റ്റ് എഴുതുവാണ്. ഈ നമ്മളത് അടച്ചു തീരുന്നിടം വരെ ആ ലോണും അല്ലെങ്കിൽ ആ കാറോ അതിൻ്റെ RC ബുക്കോ അതിൻ്റെ ആധാരമോ എന്താണെന്ന് വെച്ചാൽ അത് ആ ബാങ്കിൻ്റേതാണ്, ബാങ്കിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ അഥവാ തിരിച്ചടയ്ക്കുന്നില്ലെങ്കിൽ ആ ബാങ്കിന് അത് എടുക്കാനുള്ള അധികാരം ഉണ്ടെന്നുള്ളത് കൊണ്ട് അതൊരു കടമായിട്ട് ഹൗസ് ലോണോ വെഹിക്കിൾ ലോണോ അതുപോലെ ബാലൻസിൻ്റെ അപ്പുറത്ത് വശത്ത് എന്തെങ്കിലും ഉള്ള കാര്യങ്ങൾ അതൊരു കടമായിട്ടാവുന്നില്ല. എന്നാൽ ബാക്കി അല്ലാതെ നമ്മൾ കടമായിട്ട് എടുക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ വീട് പണിയുടെ ഇത് കാര്യങ്ങൾ നടക്കുമ്പോൾ തന്നെ എൻ്റെ ചേച്ചി തന്നെ നിനക്ക് വേണമെങ്കിൽ ഞാൻ കടമായിട്ട് കുറച്ച് പൈസ തരാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ആവശ്യമുള്ളപ്പോൾ പറഞ്ഞോളാം എന്ന് പറഞ്ഞൊക്കെ ഒഴിഞ്ഞു. എന്ന് വെച്ചാൽ അത് എൻ്റെ നമുക്ക് നോക്കുമ്പോൾ ആ ബാങ്ക് ലോണിൻ്റെ ഇൻട്രസ്റ്റ് കൊടുക്കണം, മറിച്ച് ചേച്ചി പിന്നെ തന്നാലോ ഇൻട്രസ്റ്റ് ഒന്നും കൊടുക്കണ്ട, എനിക്ക് ഇത്ര രൂപ ലാഭിക്കാം, അങ്ങനെയല്ല. മറിച്ച് അതൊരു കടവാണ്. ചേച്ചി ഗിഫ്റ്റായിട്ട് തരുവാണെങ്കിൽ ഓഫ് കോഴ്സ് വാങ്ങിക്കാം, പക്ഷേ കടമായിട്ടാണെങ്കിൽ വേണ്ട. പക്ഷെ ബാങ്ക് ലോൺ എന്ന് പറയുമ്പോൾ ഓഫ് കോഴ്സ് അത് അത് തിരിച്ചു കൊടുക്കാനുള്ള ഒരു കാര്യങ്ങൾ കോൺട്രാക്റ്റ് എഴുതിയിട്ടാണ് നമ്മളത് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നമുക്കൊരു ദുർമനസാക്ഷിയുടെ ആവശ്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അതെല്ലാം കൊടുക്കുക, ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുക, ക്ഷമിക്കാനുണ്ടെങ്കിൽ ക്ഷമിക്കുക, എല്ലാ പാപങ്ങളും കർത്താവിനോട് ഏറ്റുപറയുക. അങ്ങനെ കർത്താവിൻ്റെ രക്തം നമ്മളുടെ മനസാക്ഷിയെ കഴുകി നമുക്കൊരു ശുദ്ധ മനസാക്ഷി ആകുമ്പോൾ പിന്നെ നമുക്ക് കൂടുതൽ അലേർട്ട്നെസ്സിലോട്ട് വരുന്നത് എങ്ങനെയാണ്? അതാ നമ്മൾ ദൈവവചനത്തിൽ ഓരോ കാര്യങ്ങളും ഓരോ കൽപ്പനകളും കാര്യങ്ങളും ഒക്കെ കേൾക്കുമ്പം കർത്താവേ ആ കൽപ്പനകൾ എനിക്കായിട്ട് അനുസരിക്കാൻ സാധിക്കത്തില്ല, പക്ഷേ കർത്താവേ ഞാനത് അനുസരിക്കാൻ ആഗ്രഹിക്കുന്നു. എത്ര വലിയ കൽപ്പനയായാലും ഇപ്പം കോപിക്കരുത്, മോഹിക്കരുത്, ആകുലപ്പെടരുത്, മറ്റുള്ളവരെ വിധിക്കരുത്, മനുഷ്യമാനം തേടരുത്, അങ്ങനെയൊക്കെയുള്ള, അല്ലെങ്കിൽ ശത്രുക്കളെ സ്നേഹിക്കണം, അല്ലെങ്കിൽ എപ്പോഴും സന്തോഷിക്കുവിൻ, എപ്പോഴും ഒന്നിനെക്കുറിച്ചും പരാതിയും വെറുവെറുപ്പും ആയിരിക്കരുത്, അങ്ങനെയൊക്കെയുള്ള ദൈവത്തിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ അതൊക്കെ ആർക്കും പറ്റത്തൊന്നുമില്ല. വെറുതെ നമ്മൾ എന്തെങ്കിലും വീണുപോയാൽ ഏറ്റുപറയാം, പിന്നെ വീണുപോയാൽ ഏറ്റുപറയാം, അങ്ങനെ ഒരു ലാഘവമാണെന്നുണ്ടെങ്കിൽ നമുക്ക് അലേർട്ട്നെസ് ഒന്നുമില്ല. മറിച്ച് കർത്താവേ ഞാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ വചനം, കർത്താവെ പൂർണ്ണമായിട്ടും അവിടുത്തെ വചനത്തിൻ്റെ സ്റ്റാൻഡേർഡ് എങ്ങനെയാണോ എല്ലായ്പ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലായ്പ്പോഴും സന്തോഷിക്കുവിൻ, പാപം നിങ്ങളുടെ മേൽ കർത്തൃത്വം നടത്തരുത്. കർത്താവെ അവിടുത്തെ വചനത്തിൻ്റെ ആ സ്റ്റാൻഡേർഡ് ഞാനൊന്ന് കുറയ്ക്കാനല്ല, മറിച്ച് ആ സ്റ്റാൻഡേർഡിലേക്ക് ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ അതിനായിട്ട് എന്നെ സഹായിക്കണം. ഇനിയിപ്പോൾ അഥവാ നമ്മൾ വീണു പോവുകയാണെങ്കിലും പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് കർത്താവേ എന്നോട് ക്ഷമിക്കണേ, കർത്താവേ കർത്താവെ വീണുപോയി എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞൊരു നല്ല മനസാക്ഷിയിലേക്ക് വീണ്ടും വന്ന് അങ്ങനെ ആ ദൈവവചനം ഓരോ ദിവസവും നമ്മളിപ്പം ഇവിടെ ചർച്ചിൽ തന്നെ ആണെങ്കിലും ഞായറാഴ്ച ആയാലും ചൊവ്വാഴ്ച ആയാലും വെള്ളിയാഴ്ച ആയാലും പിന്നെ നമ്മൾ അല്ലാതെ ഡെയിലി ഡിവോഷനൊക്കെ കേൾക്കുമോ, അല്ലെങ്കിൽ നമ്മൾ വേറെ യൂട്യൂബിലെ സഹോദരങ്ങളുടെ മെസ്സേജും കാര്യങ്ങളൊക്കെ കേൾക്കുമ്പം കർത്താവെ ആ വചനത്തിനായിട്ട് ഞാൻ എന്നെ തന്നെ ഏൽപ്പിച്ചു തരുന്നു. ആ വചനം എനിക്ക് അനുസരിക്കണം. എൻ്റെ ജീവിതത്തിൽ ഈ വചനം യാഥാർത്ഥ്യമായി തീരണമെന്ന് പറഞ്ഞ് നമ്മെ തന്നെ സമർപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? സമർപ്പിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് നമ്മളുടെ ഉള്ളത്തിലേക്ക് അധികമായിട്ട് വന്ന് നമ്മൾ ഏതൊരളവിൽ നമ്മുടെ ആ സ്വയജീവനെ, സ്വന്തം ഇഷ്ടത്തെ ആ വചനത്തിൻ്റെ സ്റ്റാൻഡേർഡിന് മുമ്പാകെ അങ്ങ് സമർപ്പിക്കുമ്പം, കർത്താവിൻ്റെ ഇഷ്ടത്തിന് മുമ്പാകെ സമർപ്പിക്കുമ്പം അധികമായിട്ട് ദൈവത്തിൻ്റെ ജീവൻ, ദൈവത്തിൻ്റെ ആത്മാവ് അധികം ഉണർവുള്ളവരായിട്ട്, അതായത് വചനത്തിൻ്റെ ഓരോ സെൻസിറ്റിവിറ്റി നമ്മളിൽ കൂടും. അതായത് ചെറിയ പാപങ്ങൾ പോലും, ചെറിയ മനോഭാവത്തിൽ നമുക്ക് ചെറിയൊരു അസ്വസ്ഥത, ചെറിയൊരു നീരസം, ചെറിയൊരു കർത്താവിന് ചേരാത്തതായിട്ടുള്ള എന്തെങ്കിലും ഒരു മനോഭാവമൊക്കെ നമുക്ക് കൂടുതൽ അതും വലിയൊരു പാപമായിട്ട് നമുക്ക് മനസ്സിലാവും. മറ്റേത് നമുക്ക് ഒരു പാപമൊന്നും ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ
യേശുവിന് ചേരാത്തതായിട്ടുള്ള കാര്യങ്ങളാണ്, ചില മനോഭാവങ്ങൾ, അല്ലെങ്കിൽ ചില കാര്യങ്ങൾ ഞാൻ ചെയ്യാതെ പോകുന്ന കാര്യങ്ങൾ, സിൻസ് ഓഫ് ഒമിഷൻ, നമ്മൾ പാപമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കത്തില്ലെന്ന് ഞാൻ ചെയ്യേണ്ടതായിട്ടുള്ള ചില ഉത്തരവാദിത്തങ്ങൾ കർത്താവ് ഞാൻ ചെയ്യുന്നില്ല, കുടുംബത്തിലാവട്ടെ സഭയിലാവട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊരു സെൻസിറ്റിവിറ്റി, അങ്ങനെ പരിശുദ്ധാത്മാവിനെ നമ്മൾ കൂടുതൽ ഉണർവുള്ളവരാക്കാനൊക്കും. ഞാൻ ഒരു വാക്യം കൂടെ വായിച്ചങ്ങ് നിർത്താം, അല്ലെങ്കിൽ പിന്നെ ഞാൻ 2 മണിക്കൂറങ്ങ് പറഞ്ഞു പോകും. ഉത്തമഗീതം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ അവിടെ അതിസ്നേഹമുള്ള ആ ഒരു മണവാട്ടിയുടെ ഉണർവിനെക്കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. നമ്മൾ പലപ്പോഴും എടുത്തിട്ടുള്ള വാക്യമാണ്. ഉത്തമഗീതം 5-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യം: ഞാൻ ഉറങ്ങുന്നു എങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്നു, വാതിൽക്കൽ മുട്ടുന്ന എൻ്റെ പ്രിയൻ്റെ സ്വരം. അത്രയും മതി. ഐ വാസ് അസ്ലീപ് ബട്ട് മൈ ഹാർട്ട് വാസ് അവേക്ക്, എ വോയിസ് മൈ ബിലവഡ് വാസ് നോക്കിംഗ്. ഇന്ന് പലരുടെ അവസ്ഥ പറഞ്ഞാൽ അവർ ഉണർന്നിരിക്കുക, എന്നാൽ ആത്മീയമായിട്ട് ഉറങ്ങിയിരിക്കുക. എന്നാൽ ഒരു മണവാട്ടിയുടെ ഹൃദയം എന്ന് പറഞ്ഞാൽ അവൾ ഉറങ്ങുമ്പോഴും ആ പ്രിയൻ്റെ സ്വരം. ശരിയാണ്, അവിടെ മണവാട്ടിക്ക് പിന്നീട് ഒരു ചെറിയ ഈ ഒരു വീഴ്ച പറ്റി അവളെ പെട്ടെന്ന് എന്ന് പ്രിയനെ തുറന്നില്ല, വാതിൽ തുറന്നില്ല. അതുകൊണ്ട് പ്രിയൻ്റെ സാന്നിധ്യം അവളെ വിട്ടു പോകുന്നതായിട്ട് നമ്മൾ തുടർന്ന് കാണുന്നത്. അവൾ പിന്നെ മാനസാന്തരപ്പെട്ട് വരുന്ന നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ആ ഒരു ഫ്രേസ്, മൈ ഹാർട്ട് വാസ് അവേക്ക്, ഐ വാസ് അസ്ലീപ് ബട്ട് മൈ ഹാർട്ട് വാസ് അവേക്ക്, ഞാൻ ഉറങ്ങുന്നുവെങ്കിലും പിന്നെ ഹൃദയം ഉണർന്നിരിക്കുന്നു. നമ്മൾ ഉറങ്ങിയാലും ഉണർന്നാലും നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഇതുപോലൊരു നല്ല മനസ്സാക്ഷിയോടെ ആ ഒരു ഞാൻ പണ്ട് സാക്ബറിനോട് ചെന്ന് ചോദിച്ചിട്ടുണ്ട്. ഒത്തിരി വർഷങ്ങൾ മുമ്പ് ഒരു കോട്ടയം കോൺഫറൻസിൻ്റെ സെഷൻ്റെ ഇടയിൽ ബ്രദറിനോട് ചെന്ന് ചോദിച്ചു, എപ്പോഴും ദൈവസാന്നിധ്യ ബോധം, കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് എങ്ങനെയാണ്? അപ്പം ബ്രദർ പറഞ്ഞ 2 കാര്യം: ക്ലീൻ കോൺഷ്യൻസ്, ഹ്യൂമിലിറ്റി. ഇത് 2 മതി. സിമ്പിളായിട്ടുള്ള ആൻസർ. അത് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള. ഇപ്പോൾ ക്ലീൻ കോൺഷ്യൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അതായത് നല്ല മനസ്സാക്ഷി, അതായത് മുഖമുള്ള എന്തെങ്കിലും പാപങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതങ്ങ് ഏറ്റു പറഞ്ഞ്, കൊടുക്കാനുണ്ടെങ്കിൽ കൊടുത്ത്, അല്ലെങ്കിൽ ക്ഷമ ചോദിക്കാനുണ്ടെങ്കിൽ ക്ഷമ ചോദിച്ച് ഒരു നല്ല മനസ്സാക്ഷി ഉണ്ടായിരിക്കണം. പിന്നെ ഹ്യൂമിലിറ്റി, ആ ഹ്യൂമിലിറ്റിയിൽ വരുന്നതാണ് ക്ലീൻ കോൺഷ്യൻസ് എന്നും പറയാം നമുക്ക്. ആ ഹ്യൂമിലിറ്റി എന്ന് പറഞ്ഞാൽ ദൈവമുമ്പാകെ നമ്മളെ തന്നെ സമ്പൂർണ്ണമായിട്ടും അങ്ങ് താഴ്ത്തി ഒരു വട്ടപൂജ്യമായിട്ട് നാം ആയിരിക്കുവാണെങ്കിൽ ദൈവത്തിന് മുമ്പാകെ, ബാക്കിയുള്ളവരുടെ മുമ്പാകെ എന്തോ ഒരു താഴ്മയായിട്ടുള്ള ഒരു അഭിനയോ കാര്യങ്ങളോ അല്ല, ദൈവം മുമ്പാകെ ഒരു താഴ്മയോടെ ഒരു 0 ആയിട്ട് നമ്മളായിരിക്കുവാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറഞ്ഞുകൊണ്ടേയിരിക്കും. പരിശുദ്ധാത്മാവ് നമുക്ക് യേശുവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാൻ ഇടയാക്കും. അപ്പോൾ ഐ വാസ് എസ്ലീപ് ബട്ട് ഐ ആം അവീക്ക്. നമ്മൾ അപ്പോൾ ഉറങ്ങുന്ന സമയത്ത് പോലും, നമ്മൾ ഉണർന്നിരിക്കുന്ന സമയത്ത് മാത്രമല്ല, ഉറങ്ങുന്ന സമയത്ത്, നമ്മൾ രാത്രി കിടന്ന് ഉറങ്ങുന്ന സമയത്തും അവിടെയും കർത്താവിനോടുള്ള ഒരു കണക്ഷൻ നമുക്കുണ്ട്. എന്നുവെച്ചാൽ നല്ല മനസാക്ഷിയോടെ നമ്മൾ ഉറങ്ങാൻ കിടന്നേ. ഇപ്പോൾ രാത്രിയിൽ അഥവാ എഴുന്നേൽക്കുമ്പോഴും കർത്താവിനോടുള്ള ഒരു സ്പർശത, കർത്താവെ അവിടെ നിന്ന് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞാട്ടെ കർത്താവെ എന്ന് പറയാനുള്ളൊരു പ്രാർത്ഥന നമ്മുടെ ഹൃദയത്തിലുണ്ടായിരിക്കും. അവൻ എന്നെ രാവിലെ തോറും ഉണർത്തുന്നു എന്നൊക്കെ യെശയ്യാ 50:4 നമ്മൾ വായിക്കുന്നത് പോലെ കർത്താവിനെ കേൾക്കാനായിട്ടുള്ളൊരു കാര്യം. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങൾ, നമ്മൾ ജോലി ചെയ്യുന്നു, നമ്മൾ വണ്ടി ഓടിക്കുന്നു, കടയിൽ പോകുന്നു, പല അടുക്കളയിലുള്ള ജോലികൾ, വീട്ടിലുള്ള ജോലികൾ, കാര്യങ്ങളൊക്കെ, കുഞ്ഞുങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മളവരെ പഠിപ്പിക്കുകയോ അവരെ കൊണ്ടുവിടുകയും പല കാര്യങ്ങളുമൊക്കെ നമ്മളെ ഗുണദോഷിക്കുകയും ഫോൺ വിളിക്കുകയും പല ഉത്തരവാദിത്തങ്ങളും കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോഴും അവിടെയും ഒരു നല്ല മനസ്സാക്ഷിയോടെ ദൈവമുമ്പാകെ താഴ്മയോടെ ഇരുന്ന് അവിടെ എന്തുണ്ട്? ഒരു ഉണർവുണ്ട്. അവിടെ ഒരു ഉണർവോടെ ആ പ്രിയൻ്റെ സ്വരം, കർത്താവിന് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കർത്താവെ പറയണമേ എന്നുള്ളൊരു, ഇടയ്ക്കൊക്കെ നമുക്ക് കർത്താവിനോട് പറ്റുന്നിടത്തോളം ഇടയ്ക്കൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കാം. ഒരു കോൺവെർസേഷൻ, കർത്താവെ ഞാൻ ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ അവിടത്തേക്ക് വേണ്ടിയാണല്ലോ, എന്ത് ചെയ്താലും കർത്താവിന് എന്നവണ്ണം ചെയ്യുമെന്നാണ് കൊളോസ്യർ 3:23-24 വാക്യങ്ങൾ പറഞ്ഞത്. അപ്പോൾ എന്ത് ചെയ്താലും കർത്താവിന് എന്നവണ്ണം ചെയ്തുകൊണ്ട് ആ ഒരു ഉണർവോടെ ആ ഒരു സമയത്ത് കർത്താവിൻ്റെ വരവുണ്ടാകുമ്പോഴും അവിടെ നമുക്കൊരു ഷോക്കില്ല. കള്ളനെ പോലെ വരുന്ന ആർക്കാം? ആ വിശ്വാസികൾക്ക്, യഥാർത്ഥത്തിലുള്ള വിശ്വാസികൾ. നിങ്ങൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ നിങ്ങൾ കള്ളനെ പോലെ, അത് വെളിച്ചത്തിൻ്റെ മക്കൾക്കല്ല ഇരുട്ടിൻ്റെ മക്കൾക്ക് കള്ളനെ പോലെ വരുന്നതെന്ന് അവിടെ നമ്മൾ 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ വായിക്കുന്നേ. എന്താ അവിടെ വായിക്കുന്നേ? അത് അതിൻ്റെ 2-ാമത്തെ വാക്യം 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിൽ മൊത്തം ഈ ഉണർവിനെ കുറിച്ച് പറയുന്നത്. കള്ളൻ രാത്രി വരുമ്പോൾ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവേദന വരുമ്പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്ന് ഭവിക്കും, അവർക്ക് തെറ്റി ഒഴിയുന്നില്ല. അതായത് 4-ാമത്തെ വാക്യം പറയുക, എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിക്കുവാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. അപ്പം കള്ളൻ എന്ന പോലെ പിടിക്കുന്ന ആർക്കാ? ഇരുട്ടിലുള്ളവർക്കാ. എന്നാൽ വെളിച്ചത്തിലുള്ളവർക്ക് അവർ കർത്താവുമായിട്ടുള്ള ഒരു ഉണർവിൻ്റെ ഒരു അതിസ്നേഹത്തിൽ അവർ കർത്താവുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനിലാണ് ഉള്ളത്. കർത്താവ് വരുമ്പോഴും അവർക്കൊരു ഷോക്കില്ല, മറിച്ച് ഒരു ആവേശത്തോടെ, കർത്താവ് വന്നല്ലോ, താങ്ക് യു ലോർഡ് എന്ന് പറയാനുള്ളൊരു ധൈര്യത്തോടെ അവർ നമ്മൾ 1 യോഹന്നാൻ 2:28 വായിക്കുന്ന പോലെ, കർത്താവ് കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിൽ വസിക്കുവാൻ, അവൻ വരുമ്പം നിങ്ങൾ ലജ്ജിച്ച് പോകാനിട വരാതെ വേണം നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ
ആ ഒരു ഉണർവോടെ ആയിരിക്കാൻ ആ ഒരു പരിശുദ്ധാത്മാവ് ഉണർവിൻ്റെ ആത്മാവാണ്. ആ ഒരു വെളിപാട് പുസ്തകത്തിലെ സർദി സഭയോടും പിന്നെ ഇപ്പം നമ്മൾ വെളിപാട് 16 അധ്യായമാണ് നമ്മൾ ചൊവ്വാഴ്ച ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ തൊട്ടടുത്ത ഭാഗത്തിൽ 16-ന്റെ 15-ലും ഉണർന്നിരുന്ന് നിങ്ങളുടെ വസ്ത്രങ്ങളെ കാക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. നമ്മൾ ഒരുപക്ഷെ ഈ ചൊവ്വാഴ്ചയൊക്കെ നമ്മൾ ആ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത് കൂടുതലും. അപ്പോൾ ആ ഒരു ഉണർവ് നമ്മളുടെ ജീവിതത്തിൽ, നമ്മളുടെ ചെറുപ്പക്കാർ, കുഞ്ഞുങ്ങൾ ഉൾപ്പെടെ നിങ്ങളെ എല്ലാവരുടെയും ജീവിതത്തിൽ ആ ഒരു പരിശുദ്ധാത്മാവ് ഒരു ഉണർവ്. സാധാരണ ഇന്ന് ക്രിസ്ത്യ ലോകത്ത് ഉണർവ് എന്നൊക്കെ പറയുമ്പോൾ അവർ ഒത്തിരി ബഹളം വെച്ച് ചാടി തുള്ളുമ്പോൾ ഉണർവാന്ന് അവർ വിചാരിക്കുന്നത്. അതൊരു ഇന്നലെ പറഞ്ഞത് വികാരങ്ങളൊക്കെ പെരുപ്പത്തിലുള്ള ഒരു വ്യാജമായിട്ടുള്ളൊരു ഉണർവാണ്. മറിച്ച് കർത്താവിനോടുള്ള ആ ഒരു സ്പർശത, കർത്താവിനുള്ള ഒരു നല്ല മനസാക്ഷി, കർത്താവിന് മുമ്പാകെ ഒരു സ്റ്റാൻഡിങ്, അതാ യഥാർത്ഥത്തിലുള്ളൊരു ഉണർവ്. അവിടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള ഒരു ഉണർവ്, ഹൃദയത്തിൽ നിന്നുള്ള ഒരു പ്രാർത്ഥനയായിട്ടാണ് നമ്മൾ യഥാർത്ഥത്തിൽ പാടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഉണർവിൻ്റെ ആത്മാവാകുന്ന പരിശുദ്ധാത്മാവിനെ നമ്മളിലേക്ക് അയച്ച് നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടുള്ളതിലും അധികമായിട്ടുള്ളൊരു വരുവാൻ ദൈവം നമ്മളെ സഹായിക്കും. ഉണർവരുൾ കൈനേരം ദേവ ആത്മതേജസ്സിനാലേമേവാൻ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്ന് ഞങ്ങളിൽ കർത്താവെ അവിടുന്ന് ഉണർവ് അരുളണം. അവിടുത്തെ തൂമുഖത്തിൻ്റെ ദർശനം ദാസരിൽ നൽകണം. രണ്ടാമത്തെ സ്റ്റാൻസിൽ ആണ്ടുകളൊക്കെ തീർന്നു പോകുന്നു, അതിനു മുമ്പേ കർത്താവെ അവിടുത്തെ കൈകളിൻ വേലയെ ജീവിപ്പിക്കണം. മൂന്നാമത്തെ സ്റ്റാൻസിൽ ആദിമസ്നേഹവും ജീവനും ത്യാഗവും ഒക്കെ മാഞ്ഞുപോയി, ദൈവവിശ്വാസമൊക്കെ കേവലം പേരിന് മാത്രമായി. എന്നാലും കർത്താവെ അവിടുത്തെ ആവിയെ ജീവാവിയെ എനിക്ക് തരണം. അവിടുത്തെ വാഗ്ദത്തം പോലെ സ്വർഗദാത ആഹ്ളനാദം കേൾക്കാൻ ആസന്നകാലമായി അവസാനത്തെ സ്റ്റാൻസിൽ നമ്മൾ പാടുന്നേ. അപ്പോൾ ആ ഒരു ഉണർവോടായിരിക്കാൻ തക്കവണ്ണം പരിശുദ്ധാത്മാ നമ്മളിൽ വന്ന് കർത്താവിൻ്റെ വരവിനെക്കുറിച്ചും നമ്മളുടെ ജീവിതകാലത്തിൻ്റെ ഹ്രസ്വതയെക്കുറിച്ചുമൊക്കെ ഒരു സെൻസിറ്റിവിറ്റി, ഒരു സ്പർശത തന്ന് നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടുള്ളതിലും അധികമായിട്ടുള്ളൊരു ഉണർവോടെയുള്ളൊരു ജീവിതം, അലേർട്ടായിട്ടുള്ളൊരു ജീവിതം. യേശു കർത്താവ് പിതാവിൻ്റെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകൊണ്ട് ജീവിച്ച, പിതാവിൻ്റെ ശബ്ദം കേട്ട് പിതാവിൻ്റെ നാഴികയ്ക്കൊത്തവണ്ണം ഉണർവോടെ തൻ്റെ വേലയെ ചെയ്ത് തികച്ച ആ കർത്താവ് നമുക്ക് മുൻമാതൃകയായിട്ട് പോയി. കർത്താവെ യേശുവിനെ പോലെ ഉണർന്നെഴുന്നേറ്റ് പ്രാർത്ഥനയോടെ എപ്പോഴും ആയിരിക്കാൻ, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവാൻ, അമ്മമാരെ പോലെ നിറഞ്ഞ എണ്ണയുള്ള എണ്ണപ്പാത്രങ്ങളുമായിട്ട് വിളക്കുകളുമായിട്ടായിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കേണ്ടതിനായിട്ട് ആ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിനെ നോക്കി നമുക്ക് പാടാം. വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുള്ള ഇന്നേരം ദേവാ താവകത്തെ ദർശനം ദാസരിൽ നൽകുക. ദൂതവൃന്ദം സാദരം വാഴ്ത്തിടും ആശിഷദായക. ഹല്ലേലൂയ പാടുവാൻ, അല്ലൽ പാടി മാറുവാൻ ദയ തോന്നണമേ സ്വർഗദാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുള്ള ഇന്നേരം ദേവാ. ആണ്ടുകൾ ആകെ തീർന്നിടും ആയതിൻ മുന്നമേ നാഥാനിൻ കൈകളിൽ വേലയെ ജീവിപ്പിക്കണമേ. നിന്നാത്മാവിലാകുവാൻ നിത്യാനന്ദം നേടുവാൻ കൃപയേകണമേ സ്വർഗദാതാ. ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുള്ള ഇന്നേരം
വന്നാലും നിന്നാലെ തന്നാലും ജീവാവിയെ തവ വാഗ്ദത്തം പോൽ സ്വർഗത്താതാ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുള്ള ഇന്നേരം ദേവാ കാഹളനാദവും കേൾക്കുവാനാസന്ന കാലമായി വാനിൽ നീ വേഗത്തിൽ ശോഭിക്കും ആത്മമണാളനായി നിൻവരവിൻ ലക്ഷ്യങ്ങൾ എങ്ങുമേ കാണും നിങ്ങൾ ഒരു കീഴണമേ സ്വർഗത്താതാ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുള്ള ഇന്നേരം ദേവാ ആത്മതേജസ്സിനാലേ ദേവാ ഈ യുഗാന്ത്യവേളയിൽ വാനിൽ നിന്നു ഞങ്ങളിൽ ഉണർവരുള്ള ഇന്നേരം ദേവാ. അതെ അവിടുന്ന് തന്നെ ഞങ്ങളെ ഉണർത്തണം. ഞങ്ങൾ ഉറങ്ങിയാലും ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ ആത്മാവ് എപ്പോഴും ഞങ്ങളുടെ പ്രിയന്റെ സ്വരത്തിനായിട്ട്, വാദത്തിൽ മുട്ടുന്ന പ്രിയന്റെ സ്വരത്തിനായിട്ട് എപ്പോഴും കാതോർക്കുന്ന ഹൃദയം ഞങ്ങൾക്ക് തരണം. നല്ല മനസ്സാക്ഷിയോടെ, പൂർണ്ണമായിട്ടുള്ള ഒരു താഴ്മയോടെ കർത്താവെ അവിടുത്തെ മുമ്പാകെ ഒരു പൂജ്യമായിട്ട് അവിടുത്തെ ആത്മാവിനാൽ, ഉണർവിന് ആത്മാവിനാൽ നിറഞ്ഞു കവിഞ്ഞ് അത് കർത്താവെ അതിസ്നേഹത്തോടെ കർത്താവെ ബുദ്ധിയുള്ള കനികമാരെ പോലെ വിവേകത്തോടെ കർത്താവെ ഞങ്ങളുടെ പല ജീവിത സാഹചര്യങ്ങളിലൂടെ ഞങ്ങൾ കടന്നു പോകുമ്പോൾ അവിടെ എല്ലാം ക്രൂശിന്റെ വഴിയിലൂടെ ആ ഇടിച്ചു ചതച്ച ആ ഉരുവിൻ്റെ തെളിവുള്ള ഉരുവെണ്ണ ശേഖരിക്കുവാൻ, അങ്ങനെ മണവാളൻ്റെ വരവിനായിട്ട് ഏറ്റവും ഒരുക്കമുള്ളവനായിട്ട് ആ എണ്ണപാത്രം ഞങ്ങളുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ ആ ക്രൂശിന്റെ വഴിയിലൂടെ ജഡം നുറുക്കപ്പെടുന്നതിലൂടെ ആത്മാവിലേക്ക് പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ അവിടുന്ന് നിറഞ്ഞ് കവിയാൻ തക്കവണ്ണം പകർന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ വരവിനാളിൽ ബുദ്ധിയില്ലാത്തവരെ പോലെ ആയി പോകാതെ കർത്താവെ ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ, ഞങ്ങളുടെ പരസ്യ ജീവിതത്തിൽ ഞങ്ങൾ എന്ത് ചെയ്താലും അത് എന്തിനു വേണ്ടി ചെയ്യുന്നു, കർത്താവിന് എന്താണ് ഓരോന്നും ചെയ്യുവാൻ, കർത്താവിൻ്റെ നാമോഹത്തിനായിട്ട് ചെയ്യുവാൻ. ഞങ്ങളുടെ രഹസ്യ ജീവിതത്തിൽ ഞങ്ങൾ എങ്ങനെ ആയിരിക്കും, ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ പ്രവൃത്തികൾ എങ്ങനെ ആയിരിക്കും, ഞങ്ങളുടെ വീട്ടിലെ ഞങ്ങളുടെ കർത്താവെ വേറെ ആരും ഇല്ലാതിരിക്കുന്ന സമയത്ത്, വീട്ടിലായിരിക്കുന്ന സമയത്ത്, ജോലി സ്ഥലത്തായിരിക്കുന്ന സമയത്ത്, വേറെ സഭയിലെ സഹോദരങ്ങളൊന്നും കാണാതിരിക്കുന്ന സമയത്ത്, വേറെ ആരും നമ്മളെ കാണാതിരിക്കുന്ന സമയത്ത്, ആ സമയത്ത് എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളൊരു കാര്യം കർത്താവെ ഞങ്ങളുടെ ചിന്തകൾ, ഞങ്ങളുടെ മനോഭാവങ്ങൾ കർത്താവെ ആ ഫൈനൽ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോൾ കർത്താവെ അന്ന് പകച്ചു പോകാതെ അന്ന് ധൈര്യത്തോടെ അവിടുത്തെ സ്നേഹമുള്ള കണ്ണുകളിലേക്ക് നോക്കി ഞങ്ങളുടെ ജീവിതത്തെ കണക്ക് കൊടുക്കുവാൻ നല്ല പൊരുതി വിശ്വാസം കാത്തു ഓട്ടം തെളിയിച്ചു എന്ന പൗരസിനെ പോലെ പറയുവാൻ നിങ്ങൾ ഓരോരുത്തരെ സഹായിക്കണേ കർത്താവെ. അതിനായിട്ട് ഓരോ ദിവസവും അങ്ങ് കർത്താവെ അങ്ങ് ദാസന്മാരെ ഏൽപ്പിച്ചു വെച്ചിരിക്കുന്ന പല അതത് കാര്യങ്ങൾ വിശ്വസ്തയോടെ ചെയ്യുവാൻ കർത്താവെ ഞങ്ങളുടെ ജോലി സ്ഥലത്താവട്ടെ, വീട്ടിലാവട്ടെ, ഞങ്ങളുടെ ലൈഫിലെ കർത്താവ് ഞങ്ങളുടെ ജീവിതത്തിൽ അവിടെ ഞങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ ഞങ്ങളുടെ ജോലിയുള്ള ബന്ധത്തിലാവട്ടെ, പഠിത്തത്തുള്ള ബന്ധത്തിലാവട്ടെ, വീട്ടിലുള്ള ബന്ധത്തിലാവട്ടെ, എല്ലാം ഉത്തരവാദിത്തങ്ങളെല്ലാം അവനിക്കുന്നവണ്ണം ഏറ്റവും ആത്മാർത്ഥതയോടെ ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഏറ്റവും കഠിനാധ്വാനത്തോടെ ചെയ്യുവാനും അവിടുന്ന് കർത്താവെ അവിടുന്ന് ഞങ്ങളെ ഏൽപ്പിക്കുന്ന വേലകളൊക്കെ കർത്താവെ വിശ്വസ്തയോടെ നെഗ്ലിജൻ്റായിട്ടല്ല മറിച്ച് കർത്താവെ ആ ഒരു ഉപേക്ഷ വിചാരിച്ചല്ല മറിച്ച് അത്യുത്സാഹത്തോടെ ആത്മാവിൻ്റെ വലിയ ശക്തിയോടെ ബലത്തോടെ ചെയ്യുവാൻ സുബോധത്തിൻ്റെ ആത്മാവിനാൽ, ഉണർവിൻ്റെ ആത്മാവിനാൽ ഞങ്ങളെ അധികമായിട്ട് നിറയ്ക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഭയായിട്ട് അങ്ങ് ഉണർത്തിയായിട്ട്, കുടുംബങ്ങളായിട്ട് ഉണർത്തിയായിട്ട്, ഞങ്ങളെ വ്യക്തിപരമായിട്ട് ഞങ്ങളെ ഉണർത്തിയായിട്ട് അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ വീട്ടിൽ നിറയ്ക്കണം. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളതിനെ സമ്പൂർണ്ണമായിട്ടും കർത്താവ് തുറന്നു തരുന്ന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലേക്കും അവിടുത്തെ ആത്മാവിനാൽ ഞങ്ങളെ നിറച്ച് ഞങ്ങളെ ഉണർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി കർത്താവെ. അതേ കർത്താവ് കണ്ണിനെ ലേപത്തോടെ
അങ്ങ് കാണുന്ന പോലെ കാര്യങ്ങളെ കാണുവാൻ കർത്താവെ ആ വില കൊടുത്ത് വാങ്ങുവാൻ തക്കവണ്ണം കർത്താവെ ആ വെള്ള വസ്ത്രങ്ങളെ ആ പൊന്ന് ഉൾക്കഴിച്ച പൊന്ന് അതെല്ലാം അവിടുത്തെ ആ ദിവ്യ സ്വഭാവവും കർത്താവെ അവിടുന്ന് നിറഞ്ഞു വരുന്ന അവിടുത്തെ ആ സാക്ഷ്യവും കർത്താവെ ആ സ്വർഗീയമായിട്ടുള്ള ദർശനം എല്ലാം വില കൊടുത്ത് വാങ്ങി ആത്മീയമുള്ളവരായിട്ട് സെൻസിറ്റീവായിട്ട് എപ്പോഴും ആയിരിക്കാം ഞങ്ങൾ ഓരോരുത്തരെയും സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെയും താഴ്ത്തി ഏൽപ്പിക്കുന്നു. നന്ദി കർത്താവെ. പ്രാർത്ഥനയെ സൂചിക്കുന്ന എല്ലാ യേശു കർത്താവിൻ്റെ വിലയേറിയ മാതൃകയുടെ നാമത്തിൽ തന്നെ ആമേൻ.